ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. കഴിഞ്ഞ കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അതിൻ്റേതായ കാരണങ്ങളുണ്ടായി. എനിക്കത് നിങ്ങളെ ആ സമയത്ത് അറിയിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ മാത്രമേ ഒരു അപ്ഡേറ്റ് പോലെ കൊടുത്തിരുന്നുള്ളൂ. ശരിക്കും നമ്മുടെ യൂട്യൂബിൽ വന്ന് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു പോസ്റ്റെങ്കിലും ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റിയൊരു എന്താ പറയുക സാഹചര്യത്തിലല്ലായിരുന്നു. പെട്ടെന്ന് ഭയങ്കര റെസ്റ്റിംഗ് പീരീഡിലേക്ക് പോയി. അതായത് എനിക്ക് തോന്നുമ്പോൾ ഒരാഴ്ചയോളം ആയില്ല നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം പറയണമല്ലോ. സ്വാഭാവികമായും അത്രയും നിങ്ങൾ അത് അറിയാൻ തീർച്ചയായിട്ടും അർഹരാണ്. കാര്യം നമ്മുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ സങ്കടങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചെറിയ ചെറിയ തിരിച്ചടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിഷമങ്ങളുണ്ടാകുമ്പോഴും കുറച്ചൊക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ, അല്ലേ? ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇപ്പോഴത്തെ ഒരു എനിക്കെന്ത് പറ്റിയെന്ന് അറിയാനായിട്ട് ഒരുപാട് പേർക്ക് ആകാംക്ഷ ഉണ്ടാകും. കാര്യം സാധാരണ ഇത്രയും ലെങ്തി ഒരു പീരീഡ് അങ്ങനെ വീഡിയോസ് ഇടാതിരിക്കാറില്ല. ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും മിനിമം ഇടുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇപ്പോൾ പ്രശ്നം വേറൊന്നുമല്ല, വളരെ അവിചാരിതമായി ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കുകയാണ്. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളാരും പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാറില്ല ലൈഫിൽ. അങ്ങനെ വിചാരിച്ചാൽ മതി. വളരെ ആക്റ്റീവ് എന്ന് വെച്ചാൽ ഓവർ ആക്റ്റീവ് ആയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഒട്ടും തന്നെ സമയമില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ചാനൽ ആൻഡ് സെക്കൻഡ് ചാനൽ. അതിനിടയ്ക്ക് എനിക്കൊരു എന്താ പറയുക ഒരു ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ആ ബാക്ക് പെയിൻ വന്നപ്പോൾ ഒരാഴ്ചയോളം ഞാനിങ്ങനെ ചെറിയൊരു മെഡിക്കേഷനൊക്കെ ഇവിടെ അടുത്തുള്ള SP4 ഹോസ്പിറ്റലിൽ പോയി ഒരു എക്സ്റേ ഒക്കെ എടുത്തു. അപ്പോൾ അവിടെ അവരങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊന്നും ആ ഒരു മാറ്ററിനെ കണ്ടില്ല. ചെറിയ മസിൽ ഇഷ്യൂസ് ആയിരിക്കും, മസിൽ സ്പാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിയോ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. ചെറിയ റിലാക്സൻറ്റ് മരുന്നാണോ ഇൻഫ്ലമേഷൻ മരുന്ന്, ചെറിയ പെയിൻ കില്ലറൊക്കെ തന്നു വിട്ടു. അപ്പോൾ ഞാൻ എന്നോട് വലിയ കൂടുതൽ കെയർ ചെയ്യാനായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞതുമില്ല. അപ്പോൾ ഞാനങ്ങനെ ആസ് യൂഷ്വൽ നമ്മുടെ നോർമൽ റൂട്ടീൻ മരുന്ന് കഴിക്കുന്നുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. അതിനുശേഷം ഞാൻ 2 ലോങ് ട്രിപ്പ് എടുത്തു. രാവിലെ പോയി വൈകുന്നേരം വന്നു. ഒരു പ്രാവശ്യം കായംകുളം വരെ പോയിട്ട് വന്നു, ഒരു പ്രാവശ്യം അടൂർ വരെ പോയിട്ട് വന്നു. അപ്പോൾ ബാക്കിലൊരു ചെറിയ പില്ലോ മാത്രം ഇങ്ങനെ ബാക്ക് റെസ്റ്റായിട്ട് വെച്ചിട്ട് നടുവേനയ്ക്ക് വെച്ചിട്ടാണ് അന്ന് യാത്ര ചെയ്ത് തിരിച്ചു വന്നു. സെയിം ഡേ പോയി സെയിം ഡേ തിരിച്ചു വന്നു. അങ്ങനത്തെ 2 യാത്ര. പ്ലസ് നമ്മൾ നോർമൽ റുട്ടീനായിട്ട് എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ചെയ്തു. നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ വീട്ടിനകത്തും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഭാരം എടുക്കരുത് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ നോർമലായിട്ട് താഴെ നിന്നൊക്കെ സാധനങ്ങൾ തൂക്കിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നോർമൽ എല്ലാ കാര്യങ്ങളും. ആൻഡ് ഫൈനലി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നടുവേദന കൂടി ഭയങ്കരമായിട്ട് ഒരു എക്സ്ട്രീം പെയിനിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതൊരു MRI ഒക്കെ എടുക്കണം. ഞാൻ സ്വയം തീരുമാനിക്കുക കേട്ടോ. എന്നിട്ടും എന്തായാലും എടുക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാം കൂടി ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം. അങ്ങനെ ഞാൻ കിംസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് എമർജൻസിയിലാണ് ചെന്നത്. കാരണം അപ്പോയിൻമെൻറ്റ്സ് ഒന്നും എടുക്കാനുള്ള സമയമില്ല, അപ്പോയിൻമെൻറ്റ് ഉടനെ കിട്ടുന്നുമില്ല. അപ്പോൾ അത് കാരണം എമർജൻസിയിൽ പോയി കയറിയിട്ട് അവർ തന്നെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞപ്പോൾ ഓർത്തോടെ ഡോക്ടേഴ്സൊക്കെ വന്നു, കുറച്ച് പേരൊക്കെ വന്ന് നോക്കി. എന്നിട്ടൊരു പെയിൻ കില്ലറൊക്കെ ട്രിപ്പ് വഴി തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എക്സ്റേ റിപ്പീറ്റ് ചെയ്തു ആൻഡ് MRI എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ദാറ്റ് ഈസ് ഡിസ്ക് പ്രൊലാപ്സ് എന്നാണ് പറയുന്നത്. ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്നും പറയും. അത് മെഡിക്കൽ ടേംസ് ഒരു പക്ഷേ ഡോക്ടേഴ്സായിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. അതായത് നമ്മുടെ ഡിസ്കിൽ നിന്നും ഒരു ചെറിയൊരു പ്രൊജക്ഷൻ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രൊലാപ്സായി കുറച്ച് പുറത്തേക്ക് വരുന്നു എന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ അതിങ്ങനെ വരുന്ന അത് ആ പർട്ടിക്കുലർ ഡേ നമ്മൾ MRI ഒക്കെ എടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് മെയിൻ ഡോക്ടറെ കാണാൻ പറ്റിയില്ല. തിരിച്ച് വീട്ടിലേക്ക് അവർ കുറച്ച് മെഡിസിൻസ് ഒക്കെ ആയിട്ട് വിട്ടു എന്നെ. കുറച്ച് പെയിൻ കില്ലർ ടൈപ്പ് വേറെ ഓർത്തോ ഡോക്ടേഴ്സാണ് അറ്റൻഡ് ചെയ്തത്. പക്ഷേ ആ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകളും അന്ന് ട്രിപ്പിട്ട മരുന്നും എല്ലാം കൂടി അത് അപ്പം തൊട്ട്, അതായത് സ്ട്രിപ്പ് ഇട്ട മരുന്ന് ആ സമയം തൊട്ട് എനിക്കൊരു ഡ്രൗസിനെസ് പോലെയായിരുന്നു. പിന്നെ കഴിച്ച മരുന്നാണെങ്കിലും ഒരു ഭയങ്കര ഒരു ഡ്രൗസി ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര വേദന അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ചെറിയൊരു പെയിൻ, അല്പം ഒന്ന് നമ്മൾ മയങ്ങി ഇരിക്കുകയല്ലേ, ആ ഒരു സമയത്ത് പെയിൻ ഇച്ചിരി കുറഞ്ഞ പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ വേറൊരു മാറ്റമില്ല. അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം മെയിൻ സർജനെ കാണണമെന്ന് തോന്നി. സ്പൈൻ സർജൻ, അവിടുത്തെ ഡോക്ടർ രഞ്ജിത്ത് പറഞ്ഞ അദ്ദേഹത്തിനെ കാണണമെന്ന് തീരുമാനമെടുത്തു. ഓക്കെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ടോക്കൺ എടുത്ത് ഇടയ്ക്ക് അവിടെ ടോക്കൺ എടുക്കാനായിട്ട് ആളെ വിട്ടു. ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്തു. ടോക്കൺ നമ്പർ അനുസരിച്ച് കയറി. അങ്ങനെ മെയിൻ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു. ഈ MRIയുടെ റിപ്പോർട്ടും പിന്നെന്താ പറയുക നമ്മുടെ എക്സ്റേയും എല്ലാം നോക്കിയിട്ട് എന്നെ അങ്ങനെ നടത്തിച്ചൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് കാല് സത്യം പറഞ്ഞാൽ എൻ്റെ റൈറ്റ് ലെഗ് താഴെ തറയിൽ കുത്താൻ പോലും പറ്റാത്തത്ര വേദനയായിരുന്നു. റൈറ്റ് ലെഗിൻ്റെ ടിപ്പ് പോലും എനിക്ക് താഴെ കുത്താൻ വയ്യാത്ത അത്രയും വേദന.
ദറ്റ് ഈസ് ഇങ്ങനെ സൂചി കുത്തുന്ന പോലത്തെ വേദനയില്ല, അങ്ങനത്തെ ഒരു പെയിനായിരുന്നു, ഇൻറ്റൻസ് പെയിനായിരുന്നു. അപ്പോൾ ഡോക്ടർ പക്ഷേ നടത്തിക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, കാല് മൂവ് ചെയ്യാനായിട്ട് ടോസൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ടോസ് റൈറ്റ് ലെഗിൻ്റെ ഫീറ്റില്ലേ, നമ്മുടെ കാലിൻ്റെ പാദം, അവിടുത്തെ ഫിംഗേഴ്സൊക്കെ കുറച്ച് നമ്പായിട്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു മരവിച്ച മാതിരിയും കുറച്ച് ഭയങ്കര വേദനയും ആ മരവിക്കലും പിന്നെ ചെറിയ നീരുമുണ്ട് റൈറ്റ് ലെഗിൽ. ഇപ്പോഴും നീരുണ്ട്, ആ ഒരു മരവിച്ചിരിക്കുന്നത് അത് കുറച്ചൊക്കെ ഇപ്പോഴും ഉണ്ട്, അതേപോലെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷെ വേദനയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ ഒരുപാട് രക്ഷപ്പെട്ടിരിക്കുകയാണ്, വേദന ഒരുപാട് കുറഞ്ഞു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളോട് വന്ന് സംസാരിക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റേജ്, ഓക്കെ, ഈ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ ആ സെക്കൻഡ് ഡേ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്. അതായത് കിംസിൽ ഫസ്റ്റ് ഡേ പോയി, അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നു. ആ സെക്കൻഡ് ഡേയിലത്തെ ഇത് എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ എൻ്റെ കാലിൻ്റെ റൈറ്റ് ലെഗിൻ്റെ പാദത്തിൻ്റെ ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇല്ല, മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് ഒരു സർജിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷനൊന്നും വേണ്ട, പകരം ഒരു 3 ആഴ്ചത്തെ ഒരു കംപ്ലീറ്റ് റെസ്റ്റാണ് പറഞ്ഞത്. 3 വീക്സ് കാലിന് വലിയ എക്സർഷൻ ഒന്നും കൊടുക്കാതെ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇന്നലെ ഇവിടെ വന്നപ്പോൾ കിട്ടിയ മരുന്നെല്ലാം കഴിച്ചതുമൊക്കെ എനിക്ക് ഭയങ്കര ഡ്രൗസിനെസ് ഉണ്ടാക്കുന്നു, ഒരു ഭയങ്കര ഒരു ഉറക്കം പോലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പോൾ ഡോക്ടർ ഞാൻ മരുന്നൊക്കെ മാറ്റാം, കുറച്ച് ഡ്രഗിങ് ടൈപ്പ് അങ്ങനത്തെ ഒരു ഫീല് വരുന്ന മെഡിസിൻസ് ആണ് തോന്നുന്നു, മാറ്റി പുതിയ മെഡിസിൻസ് ഒക്കെ തന്നു. പക്ഷേ ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ വേറെ മെഡിസിനൊന്നുമില്ല, അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ളതും പിന്നെ നെർവ്സിൻ്റെയൊക്കെ എന്താ പറയുക റിലാക്സിൻ്റെ അല്ലെങ്കിൽ മസിൽ റിലാക്സിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളാണ്, പെയിൻ കില്ലേഴ്സ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുമ്പോൾ, ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ അത് കുറച്ചിങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നതാണല്ലോ, ഡിസ്കിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ വന്നിട്ട് നമ്മുടെ ആ നെർവ് ആ സൈഡിലൂടെ പോണ നെർവിൽ അത് കംപ്രസ് ചെയ്തിട്ട് ആ നെർവിൻ്റെ റൈറ്റ് ലെഗിലേക്ക് പോകുന്ന നെർവാണ്. അപ്പോൾ ആ കംപ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു എക്സ്ട്രീം പെയിനാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ നംനെസ് എന്ന് പറയുന്നത് ആ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒക്കെ ഒരു താഴേക്കുള്ള മൂവ്മെൻറ്റിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അതിപ്പോഴും ഉണ്ട്, കാലിൽ നീരും ഉണ്ട്, പിന്നെ പാദത്തിലാണ് നീര് കേട്ടോ, ഫിംഗേഴ്സിൻ്റെ ഒരു നംനെസ്സും ഉണ്ട് റൈറ്റ് ലെഗിൻ്റെ. പക്ഷേ കുഴപ്പമില്ല, പെയിൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഒരു 70% കൂടുതൽ മാറിയിട്ടുണ്ടെന്ന് പറയാം. ബാക്ക് പെയിനും ഇപ്പോൾ ഓൾമോസ്റ്റ് 75%ഓളം ബാക്ക് പെയിനും ഇല്ല, കാലിൻ്റെ വേദനയില്ല. പക്ഷേ ഈ നംനെസ് ആൻഡ് എന്താ പറയുക നീര് ആൻഡ് ബാക്ക് സൈഡിൽ നമുക്ക് ആ ബാക്ക് പെയിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു വെയിറ്റ് വെച്ചതുപോലെയുള്ളൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയാണ് എൻ്റെ ഇപ്പോഴത്തെ സിംറ്റംസ്. അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക. ആൻഡ് എന്നോട് അഡ്വൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അധികം നടക്കണ്ട. പിന്നെ പറഞ്ഞു ഫിസിയോതെറാപ്പിയും കൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ അവിടെ തന്നെ ഫിസിയോതെറാപ്പിയും ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ബട്ട് തിരിച്ച് വന്നിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മാഞ്ചസ്റ്ററിലെ മോളും അശ്വിനും ഒക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും അറിയുമല്ലോ. അപ്പോൾ അവരെല്ലാം വിളിച്ചു പറയാതെ തന്നെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് വിഷയം എന്ന് അറിയാനായിട്ട് അവരെല്ലാം വളരെ ആങ്ഷ്യസ് ആയിട്ട് വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ റിപ്പോർട്ട്സും അയച്ചു കൊടുത്തു. സണ്ണിലോ ഡോക്ടറാണല്ലോ, അപ്പോൾ പിന്നെ എല്ലാം അയച്ചു കൊടുത്തു. അശ്വിൻ്റെ യങ്ങർ ബ്രദർ ശ്രീയുടെ ഫാദറിലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ കല്യാൺ. അദ്ദേഹം അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്പൈൻ സർജനാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഓൾ റിപ്പോർട്ട്സ്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം നോക്കി എല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ റെസ്റ്റ് എടുക്കും, പക്ഷേ ഫിസിയോതെറാപ്പി ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട, യു ജസ്റ്റ് ടേക്ക് റെസ്റ്റ്, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറഞ്ഞു എന്നോട്. കുറച്ച് ദിവസത്തേക്ക് സ്ലോ ഡൗൺ ചെയ്യൂ. പുള്ളിക്കാരൻ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ 3 വീക്സ് അല്ല ചിലപ്പോൾ 6 വീക്സ് വരെ എടുത്തു എന്നിരിക്കും. ബട്ട് യു ഹാവ് ടു ടേക്ക് ടോട്ടൽ റെസ്റ്റ്. ആൻഡ് ഇതുപോലെ ഒരു എന്താ പറയുക നമ്മുടെ വാക്കർ മേടിക്കാൻ പറഞ്ഞു. എന്നിട്ട് വാക്കറിൻ്റെ സഹായത്തോടു കൂടി മാത്രം വീട്ടിനകത്ത് മൂവ് അറൗണ്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എവറി 20 മിനിറ്റ്സ് ഫുൾ ടൈം ഇരിക്കണം എന്നില്ല. പിന്നെ മാത്രമല്ല ഞാൻ വന്നപ്പോൾ ആ ദിവസം ഞാനത് ഈ സോഫയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ചാരിയല്ലേ ഇരിക്കുന്നത്, നമ്മളിങ്ങനെ വളരെ ഇങ്ങനെ ഒരു കുഴിക്കകത്തൊരു ബാസ്ക്കറ്റിനകത്ത് ഇരിക്കുന്ന പോലെയല്ലേ, സോഫയിൽ കംഫർട്ട് ലെവൽ കൂടുതലാണ് അല്ലെങ്കിൽ ഇരിക്കുന്നത്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ നമ്മുടെ ഇപ്പോഴത്തെ ഇഷ്യൂവിന്. അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് നല്ലതല്ല. കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ചെയറിലിരിക്കാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ഡൈനിങ് റൂമിൽ കിടന്ന സ്ട്രെയിറ്റ് ചെയറാണ്, അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് അതിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഇതാണ് ഇരുന്ന് പോയി ഇതൊക്കെ പറയില്ല, അതുപോലെയാണ്. കിടക്കുകയല്ല ചെയ്യുന്നത്, ഇരിക്കുകയാണ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് പകരം ഇരിക്കാം, എവറി 20 മിനിറ്റ്സ് ഇരുന്നിട്ട് എഴുന്നേറ്റ് ഈ വാക്കറിൻ്റെ സഹായത്തോടു കൂടി ഈ റൂമിനകത്തും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാൻ പറഞ്ഞു. അതായത് ഈ റൈറ്റ് ലെഗിന് വലിയ സ്ട്രെസ്സ് കൊടുക്കാണ്ട് വാക്കറിൻ്റെ സഹായം അതാണല്ലോ, നമ്മുടെ ബോഡി വെയിറ്റ് ഇതിലേക്ക്
പ്രസ് ചെയ്തിട്ട് ഇങ്ങനെയാണ്. പിന്നെ എൻ്റെ ബോഡി വെയിറ്റ് ഇച്ചിരി കുറയ്ക്കുന്നത് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു 6 കിലോ കുറച്ച് കൂടിയിരുന്നു സാധാരണയിൽ നിന്നും. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇച്ചിരി വണ്ണമുള്ള സൈഡിലാണ്. പക്ഷേ ഒരു 6 kg എക്സ്ട്രാ പുട്ടിൻ ചെയ്തിരുന്നു ഈ അടുത്ത കാലത്തായിട്ട്, കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ. അപ്പോൾ ആ ഒരു എക്സ്ട്രാ വെയിറ്റും വൺ ഓഫ് ദ റീസൺ ആകാം ഇങ്ങനെ സംഭവിക്കാൻ. അപ്പോൾ വണ്ണവും കുറയ്ക്കണം എന്ന് പറഞ്ഞു, ഇച്ചിരി കൂടെ വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. അത് ദാറ്റ് ഈസ് വൺ ടാർഗറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇത് ബോഡി ഫുൾ വെയിറ്റ് ഈ കാലിൽ വരാത്ത രീതിയിൽ വാക്കറിൻ്റെ സഹായത്തോടുകൂടി നടക്കാൻ പറ്റും. ഇപ്പോൾ അതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ ടുഡേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ 6ാമത്തെ ദിവസം ആണെന്ന് പറയാം. ഓക്കെ, 6th day, 6ാമത്തെ ദിവസത്തേക്ക് ഞാൻ കയറിയിരിക്കുക. അപ്പോൾ 10 days ഓഫ് മെഡിസിൻസ് ആണ് ഇവിടെ നിന്ന് തന്നിരിക്കുന്നത്. 10 ദിവസത്തേക്കാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി എത്ര ദിവസം കൂടി കഴിക്കണം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയും. ആൻഡ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഞാൻ സത്യം പറഞ്ഞാൽ അനങ്ങുന്നേ ഇല്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇടയ്ക്ക് എവറി 20 minutes ഇങ്ങനെ നടക്കും വാക്കറിൻ്റെ സഹായത. അപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ നമ്മുടെ സരസ്വതി മോളെ ഒന്നും താഴെ നിന്നും എടുക്കാനോ തൂക്കിയെടുക്കാനോ ഒന്നും പറ്റുന്നില്ല. വെയിറ്റുള്ള ഓബ്ജക്ട്സ് ഒന്നും ഒരു കാര്യം എടുക്കരുതെന്ന് പറഞ്ഞു. ചെറിയൊരു വെയിറ്റ് പോലും എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. എടുത്ത് മടിയിൽ വെച്ചാൽ ഞാനിങ്ങനെ കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ എന്നെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല. അതാണിപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടകരമായൊരു കാര്യം. എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇരിക്കുന്ന സമയത്ത് കാലിൻ്റെ പാദം ഇങ്ങനെ ദാറ്റ് ഈസ് ഫിംഗേഴ്സ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പറ്റുന്ന പോലെ ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. പിന്നെ സൈക്കിൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ഇല്ലേ, അതുപോലെ ഓരോ കാലും സൈക്ലിംഗ് മൂവ്മെൻറ്റ്സ് ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കാലിൽ നീര് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം ഞാൻ ചെയ്തു എന്നുള്ളത് എനിക്ക് സംശയമാണ്. വേദനയൊക്കെ കുറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ കുറച്ച് കുറയുമല്ലോ, അതെപ്പോഴും അങ്ങനെയാണല്ലോ. എന്തായാലും പുറത്തൊന്നുമുള്ള യാത്രകളോ പുറത്ത് പോയിട്ട് ഈ മുറിക്ക് വെളിയിൽ ഞാൻ ഇറങ്ങത്തില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചേ. അപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ട്രാവൽ വ്ളോഗ്സ് സ്ഥിരമായി കാണുന്നവർ നമ്മുടെ ട്രാവൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്ന് ക്ഷമിക്കുക. ട്രാവൽ വ്ളോഗ്സ് ഒരു പക്ഷേ ഒരു 1-2 മാസത്തേക്ക് ചിലപ്പോൾ ന്യൂ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയെന്നിരിക്കില്ല. കാര്യം എനിക്കങ്ങനെ ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ദൂരോട്ടൊന്നും പോകാൻ പറ്റില്ല. ട്രിവാൻഡ്രത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം ദൂരോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലെങ്കിലും ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ കുഞ്ഞൊക്കെ ഉള്ളതല്ലേ വീട്ടിൽ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇൻ ആൻഡ് അറൗണ്ട് ഫുഡ് റിവ്യൂസൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ വ്ളോഗ്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനുപോലെ ഇപ്പോൾ തൽക്കാലം പറ്റില്ല. കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കുക എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ പൂർവാധികം ശക്തിയായിട്ട് വന്നിട്ട് നമുക്ക് ട്രാവൽ വ്ളോഗ്സ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ആൻഡ് ഫോർ ദ ടൈം ബീയിങ് നമ്മുടെ ഫസ്റ്റ് ചാനലിൽ നമ്മൾ എല്ലാ വ്ളോഗ്സിലും നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. അത് ബേസിക്കലി എനിക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം. ചെറുതായിട്ടൊക്കെ മൂവ് അറൗണ്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്നതിൽ എൻ്റെ സെൽഫ് കെയർ കാര്യങ്ങൾ ഞാനിപ്പോൾ ഫുള്ളി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ആ സമയത്ത് നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം, പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഭയങ്കരമായിട്ട് നിരാശ പിടിച്ചിരിക്കാം. ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ എന്നെ പിടിച്ച് ഹൗസ് അറസ്റ്റിലാക്കിയതുപോലെയാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം കൂടി ഞാൻ കാണുന്നുണ്ട്. കാര്യം എനിക്ക് ഒട്ടും തന്നെ റെസ്റ്റ് ഇല്ലാണ്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു പക്ഷേ ബോഡി പറഞ്ഞിട്ടുണ്ടാകാം, ശരീരം തന്നെ പറഞ്ഞിട്ടുണ്ടാകും യു നീഡ് റെസ്റ്റ്, എനിക്ക് കുറച്ച് റെസ്റ്റ് തരൂ. അപ്പോൾ ഒരു കമ്പൾസറി ആയിട്ടുള്ളൊരു റെസ്റ്റായിട്ട് മാറി. അത് ബോഡിക്ക് മച്ച് നീഡഡ് ആയിരുന്നിരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സമയത്ത് നമ്മൾ സെൽഫ് കെയറിന് ആയിട്ട് മാറ്റാം. ഒരുപാട് സമയം എനിക്കായിട്ട് കിട്ടും. എൻ്റെ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കിട്ടുന്ന വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് വിചാരിക്കാം. ഈ ഒരു 3 ആഴ്ച ഇസ് ദ മിനിമം പറയുന്ന 3 ആഴ്ച കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണ്, 3 weeks വേദനയ്ക്ക് ഒരു കുറവും ഇല്ല എന്നുണ്ടെങ്കിൽ സർജിക്കലി നമുക്കിത് കീ ഹോൾ സർജറി വഴി വല്ലതും ഈ ഒരു പ്രൊലാപ്സ് മാറ്റേണ്ടി വരും, റിമൂവ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് പകരം റെസ്റ്റ് എടുത്ത് മാറ്റണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഒരു 3 ആഴ്ചത്തെ സമയമല്ലേ പറഞ്ഞു. ഇപ്പോൾ 1 ആഴ്ച പോലും ആയിട്ടില്ല, എനിക്ക് നല്ല മാറ്റമുണ്ട് വേദനയുടെ കാര്യത്തിൽ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഗ്രാജുവലി മാറും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പോസിറ്റീവായിട്ട് തന്നെ വിചാരിക്കാം. കാരണം ഇത്രയും മാറ്റം ഉണ്ടായില്ല. അപ്പോൾ ബോഡി വിൽ ഹീൽ ഇറ്റ് സെൽഫ് എന്നാണ് പറഞ്ഞത് ആ ഒരു സമയം കൊടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ടൈമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളും അത് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ എലൻ വ്ളോഗ്സിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസം വീഡിയോ ഇട്ടില്ല, ഇനി എന്നാണ് ഇടാൻ പറ്റുന്നതെന്നറിയില്ല. പക്ഷേ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്യൂട്ടി വ്ളോഗ്സൊക്കെ ഞാൻ എങ്ങനെ എൻ്റെ സെൽഫ് കെയർ, ഞാൻ സെൽഫ് ലവ് ചെയ്യാൻ പോവുകയാണല്ലോ എന്തായാലും. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ
എന്താ ചെയ്യുന്നത് സാധാരണ സ്കിന്ന്, ഹെയർ കെയർ, നല്ല ഭക്ഷണം കഴിക്കുക, ഇങ്ങനത്തെ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, കാര്യം ഞാനിപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർ ഈറ്റിംഗ് ഒന്നും പാടില്ല. ഓൾറെഡി വെയിറ്റ് കുറച്ചൊരു 6 കിലോ കുറയ്ക്കേണ്ട സമയമാണ്. അപ്പോൾ പറ്റുന്ന പോലെയുള്ള ചെറിയ മാറ്റങ്ങളും എൻ്റെ ദിനചര്യയിൽ വന്നിട്ടുണ്ട്, ഫുഡ് ഹാബിറ്റ്സിലും എല്ലാ കാര്യത്തിലും. പിന്നെ റിലാക്സ്ഡാണ്. സിനിമ കാണുന്നു, അല്ലെങ്കിൽ സീരീസ് കാണുന്നു, പിന്നെന്താ പറയുക, പുസ്തകം വായിക്കുന്നു, കുഞ്ഞുമായിട്ട് കളിച്ചുകൊണ്ട് കയ്യിൽ എടുത്തു നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള കുഞ്ഞിൻ്റെ കളിയെല്ലാം കണ്ടിരിക്കാം. പിന്നെ അങ്ങനെ റിലാക്സ്ഡാണ്, ഇപ്പോൾ ടോട്ടലി റിലാക്സ്ഡാണ്. ഞാൻ ആകെ മിസ് ചെയ്യുന്നത് നിങ്ങളെയൊക്കെ തന്നെയാണ്. ലൈൻ വ്ളോഗ്സിലോ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ്സിലോ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ വിഷമിക്കേണ്ട, മനസ്സിലാക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ജീവിതത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് വരും, പക്ഷെ അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതാണല്ലോ നമ്മുടെ ലൈഫെന്ന് പറയാൻ. ഇറ്റ്സ് എപ്പോഴും സന്തോഷങ്ങളും സക്സസ്സും മാത്രമല്ലല്ലോ, നമുക്ക് എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് വന്നും പോയൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ ആ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കേണ്ട സമയമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു ബ്രേക്ക് വന്നത്. ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് വേണമെന്ന് തീരുമാനിക്കപ്പെട്ടതായിരിക്കാം. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ഒരു കാര്യവും. പക്ഷെ നമ്മൾ എന്ത് കാര്യം വന്നാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, അതാണ് മെയിൻ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയല്ലേ വന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ പല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. എക്സ്ട്രീം വിചാരിക്കാം, നമുക്ക് എന്ത് വന്നാലും ഇത്രയല്ലേ വന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഇത് നല്ലതിനാണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഫോർ ദ ബെറ്റർ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ വിചാരിക്കാമല്ലോ. ഓക്കെ, ബോഡി റിജുവിനേഷൻ ആവശ്യമായ സമയമായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിലേ ഇടയ്ക്ക് നമുക്ക് വണ്ടിക്ക് കുറച്ച് സർവീസൊക്കെ കൊടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ്, ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ആ പഞ്ചർ ടയർ വെച്ചിട്ട് ഓടിയാൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ, ബ്രേക്ക് ഡൗൺ അല്ലേ. അതുപോലെ തന്നെയാണ്, എന്തായാലും പണിയാണ്. അതെൻ്റെ ഡോക്ടർ കല്യാൺ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി, യു പ്ലീസ് സ്ലോ ഡൗൺ. കുഴപ്പമില്ല, പൂർവാധികം ശക്തിയായിട്ട് വീണ്ടും ജോലിയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ റെസ്റ്റ് എടുക്കാണ്ട് എടുത്തിയാടി ഓരോ കാര്യം ചെയ്താൽ ചിലപ്പോൾ കൂടുതൽ ദിവസം വീണ്ടും റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വന്നേക്കും. അതുകൊണ്ട് യു ബി കെയർഫുൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരുടെയും വാക്കുകൾ മാനിച്ച് കെയർഫുൾ ആവാൻ തീരുമാനിച്ചു. അപ്പോൾ കുഴപ്പമില്ല. ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ അടുത്തൊരു 6 monthsന് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കാം. ഒരു പണി കിട്ടുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവുന്നതും കെയർ ചെയ്യണം എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരുപാട് നാളായി ഒരു അസുഖം വന്ന് കിടന്നിട്ട് പോലും. അപ്പോൾ ഇത് ചില മച്ച് നീഡഡ് ആണ് ഒരു ബ്രേക്ക്, അല്ലേ, കറക്റ്റ് പറഞ്ഞാൽ. അപ്പോൾ സന്തോഷമേ ഉള്ളൂ ഏത് കാര്യത്തിനും, നമ്മളങ്ങനെ വിചാരിച്ചാൽ മതി. എനിക്ക് വേദന ഉണ്ടായിരുന്ന സമയത്ത് സത്യം പറഞ്ഞ സങ്കടം ഉണ്ടായിരുന്നു. പെയിനാണ് സഹിക്കാൻ വയ്യാതെ. അപ്പം ഞാൻ വിചാരിച്ചത് പെയിനൊന്ന് കുറച്ച് തന്നാൽ മാത്രം മതി. എനിക്ക് പെയിനായിട്ട് ഇരിക്കുമ്പോഴാണ് ഇത്രയും പ്രശ്നം. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഞാൻ മിണ്ടാതെ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. പെയിൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അങ്ങനെ പെയിൻ ദൈവം സഹായിച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പെയിൻ നല്ല രീതിയിലൊരു 30% കുറഞ്ഞു, 40%, അങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 75 to 80% പെയിൻ ഇല്ല. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട്. ഈ നമ്പനെസ്സും നീരും ബാക്കിലൊരു ചെറിയൊരു ഹെവി ഫീലിംഗ് അത്ര മാത്രമേ ഉള്ളൂ. അതും കൂടി മാറണം, ഇനിയൊരു സമയമുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യം ഞാൻ കുറച്ചൊക്കെ നിൽക്കാം, നടക്കൊക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പുറത്തേക്ക് പോകണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് വന്നാലും നമ്മളത് സ്വീകരിക്കുക. പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക. പിന്നെ അതിൽ നിന്നും എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും ചിന്തിക്കുക. ഞാനിപ്പോൾ അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം ഈ ദിവസങ്ങളിൽ, ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എൻ്റെ കാര്യം ഇത്രയാണ്. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. എന്താ പറയുക, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്, ഇതുപോലെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട്. ഒരുപാട് ഇഷ്യൂസ്, ആക്സിഡൻസ് ഒക്കെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നമുക്കൊരു സെറ്റ് ബാക്ക് വരുമ്പോൾ പക്ഷെ നമ്മൾ തളർന്നു പോകാതെ മുന്നോട്ട് പോകണം. അപ്പോൾ ലൈഫിൽ ട്രാജഡീസ് ഇതൊന്നും ഒരു വലിയ ട്രാജഡിയേ അല്ലല്ലോ. പക്ഷെ വലിയ ട്രാജഡി വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, മരണം പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഒരു ഫാമിലിയിൽ ഒരു ഹസ്ബൻഡ് മരിക്കുന്നു, ഭാര്യയും കുട്ടികളും മാത്രമാകുന്നു, അല്ലെങ്കിൽ ഭാര്യ മരിക്കുന്നു, ഹസ്ബൻഡും കുട്ടികളും മാത്രമാകുന്നു. ഇങ്ങനെയൊക്കെ ഒരു സെറ്റ് ബാക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ട്രാജഡിയല്ലേ സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തളർന്നു പോകാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരാവശ്യമാണ്. കാര്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചേ പറ്റുള്ളൂ, അവർക്ക് വേണ്ടി ജീവിക്കണം, നമ്മൾക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരില്ലേ. അങ്ങനത്തെ ആൾക്കാർ നമുക്ക് ചുറ്റും ഒരുപാട് നമ്മളെപ്പോഴും നമ്മുടെ ഹാപ്പിനെസ്സും സന്തോഷവും തേടി നടക്കുമ്പോഴും നമ്മൾ ചുറ്റും നടക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതൊരാവശ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഞാനെപ്പോഴും ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഒരു
ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ഞാനിങ്ങനെ വയ്യാണ്ടിരുന്ന സമയത്ത് തന്നെയാണ് എന്നെ വിളിക്കുന്നത്. അറിഞ്ഞിട്ട് വിളിച്ചല്ല കേട്ടോ, അല്ലാണ്ട് വിളിച്ചിട്ട് പറഞ്ഞു സൗമ്യ എന്നാണ് പേര് കേട്ടോ. സൗമ്യ എറണാകുളത്താണ്. അപ്പോൾ സൗമ്യയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പോൾ ഹാർഡ്ലി 3 ആഴ്ചയോ മറ്റോ ആയിട്ടുള്ളൂ. മാർച്ച് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ മറ്റോ ആണ് അദ്ദേഹം മരിക്കുന്നത്. സൗമ്യയുടെ ഹസ്ബൻഡിന് 40 years കഷ്ടിച്ചേ ഉള്ളൂ. സൗമ്യയ്ക്ക് 2 കുട്ടികളാണ്. 2.5 വയസ്സുള്ള ചെറിയ കുട്ടിയും ഒരു 7-8 വയസ്സുള്ളൊരു മൂത്ത കുട്ടിയുണ്ട്. അപ്പോൾ സൗമ്യയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്നോട് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഹസ്ബൻഡ് പെട്ടെന്നാണ് മരിക്കുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മരണമാണ്. പക്ഷേ ഈ ഇളയ കുഞ്ഞ് ആകുന്നതിന് മുന്നേ വരെ സൗമ്യ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞായി കഴിഞ്ഞപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഒരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാൻ വേണ്ട ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, വീട്ടിൽ പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഷീ ഈസ് ഹൈലി ക്വാളിഫൈഡ്. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഡിസൈൻ, വെർച്വൽ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെന്താ പറയുക, പിന്നെ എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം വളരെയധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. അത്തരം കാര്യങ്ങൾക്ക് ഓൺലൈനായിട്ടും ഒക്കെ അല്ലാതെ തന്നെ ഫോറിൻ കമ്പനീസുമായിട്ട് ഓൺലൈനിലും നാട്ടിലെ കമ്പനീസുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് ഷി വാസ് വർക്കിംഗ് ബിഫോർ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 2.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം മരണപ്പെടുകയും സൗമ്യ കുഞ്ഞുങ്ങളായിട്ട് ഒറ്റയ്ക്കാവുകയും മറ്റുള്ളവരിൽ ചെന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ സൗമ്യയ്ക്ക് താല്പര്യമുള്ള ആളല്ല. ഷീസ് എ ഫൈറ്റർ. ഞാൻ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ എന്താ പറയുക, ഈ ഒരു ട്രാജഡിയിലാണ് നിൽക്കുന്നതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരണമെന്നും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണമെന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ സൗമ്യക്കിനി സൗമ്യയുടെ വർക്ക് ഓൺലൈനായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സൗമ്യ ചെയ്യണം, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു വീഡിയോ നമ്മുടെ LN വ്ളോഗ്സിൽ അതിനെക്കുറിച്ച് നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ സൗമ്യയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സൗമ്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാനൊന്നും അത്രയും നോഹൗ ഇല്ല. കാര്യം ഞാനൊരു IT ആ മേഖലയിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ പേഴ്സൺ അല്ല. അപ്പോൾ ഞാൻ സൗമ്യയെടുത്ത് പറഞ്ഞൊരു വീഡിയോ എനിക്ക് ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലൊന്ന് എടുത്ത് അയച്ചു തരൂ, എന്താണ് വാട്ട് സർവീസസ്, എന്ത് പഠിപ്പിക്കാൻ പറ്റും. സൗമ്യ ഒരു നല്ലൊരു ടീച്ചറാണ്, ഓൺലൈൻ ടീച്ചറായിട്ട് എങ്ങനെയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത്, വാട്ട് കോഴ്സസ് യു ഓഫർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ചെറിയൊരു ബ്രീഫ് വീഡിയോ എനിക്ക് അയച്ചു തരൂ, ഞാനത് LN വ്ളോഗ്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സൗമ്യ അത് അങ്ങനൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 2-3 കാറ്റഗറി ഓഫ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടു. ഗ്രാഫിക് ഡിസൈനിങ്ങിനെ കുറിച്ചും പിന്നെ ആർക്കിടെക്ചറൽ ഡിസൈൻസിനെ കുറിച്ചും പിന്നെ എന്താ പറയുക എഡിറ്റിങ്ങിനെ കുറിച്ച്, ഇതെല്ലാം ടീനേജ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും തൊട്ട് 11th 12th കഴിഞ്ഞവർക്കും ഒക്കെ ഉപയോഗപ്പെടുന്ന ഭയങ്കര ഡിമാൻഡുള്ള കോഴ്സസ് ആണെന്നാണ് പറഞ്ഞത്. പുറത്തും വിദേശത്തും സ്വദേശത്തും ഒക്കെ നല്ല സാലറി കിട്ടുന്ന കോഴ്സസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സൗമ്യ അത് ഓൺലൈനായിട്ട് പഠിപ്പിക്കുക. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സൗമ്യയുടെ ഒരു ഫോൺ നമ്പറിൽ ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ കൊടുക്കാൻ പോണ കാര്യമാണ്, അതിനകത്ത് ഉണ്ടാകും. നേരിട്ട് വിളിക്കുക, സംസാരിക്കുക, കോഴ്സ് ഡീറ്റെയിൽസ് ചോദിക്കുക, അതിൻ്റെ ഫീസ് എത്രയാണെന്ന് ചോദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് സൗമ്യയ്ക്ക് വേണ്ടിയിട്ട് സൗമ്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒന്ന് ജീവിതം വീണ്ടും സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗമ്യയ്ക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് കാണുക. ഞാൻ ആ വീഡിയോ സൗമ്യ എനിക്ക് അയച്ചു തന്നാണ്, ഞാനതിൽ പ്ലേ ചെയ്യാം. അത് കണ്ടിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ആർക്കെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈവൻ വീട്ടമ്മമാർക്കും പഠിക്കാം, ആർക്ക് വേണമെങ്കിലും പഠിക്കാമല്ലോ. എനിബഡി ക്യാൻ ലേൺ. അത് താല്പര്യമുള്ളവർക്ക് സൗമ്യയുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, ഒന്ന് കണ്ടു നോക്കാം. ഹായ്, എൻ്റെ പേര് സൗമ്യ. എറണാകുളമാണ് സ്ഥലം. ഞാൻ 2006 മുതൽ ആർക്കിടെക്ചറൽ വിഷ്വലൈസേഷൻ, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയിലും ഗൾഫ് കൺട്രീസിലും ആയി പല കമ്പനികളിലും വർക്ക് ചെയ്യുകയും ഈ വർക്ക് ചെയ്യുന്നതിനാവശ്യമായ സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഞാൻ എറണാകുളത്ത് ദ സ്കൂൾ ഓഫ് ഡിസൈൻ ഹണ്ടേഴ്സ് എന്ന പേരിൽ ആർക്കിടെക്ചറൽ വിഷ്വലൈസേഷൻ, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡിസൈൻ ഹണ്ടേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു റെക്കോർഡഡ് ക്ലാസ് തരിക എന്നുള്ളതല്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു ഫാക്കൽറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ ഒരു ലൈവ് ക്ലാസ് റൂമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീലിലായിരിക്കും നമ്മുടെ ക്ലാസ് നടക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ നോളജിനൊപ്പം തന്നെ ഇത്രയും നാളും ഞങ്ങൾ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യുവാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം മലയാളത്തിലായിരിക്കും എടുക്കുന്നത്. മെയിൻ ആയിട്ടും നമുക്ക് 4 കോഴ്സുകളാണുള്ളത്. ഒന്ന് 3D ആർക്കിടെക്ചറൽ വിഷ്വലൈസേഷൻ,
അതായത് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനിങ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത് വരുന്നത് നമുക്ക് 3D വോക്ക് ത്രൂ അനിമേഷൻ ആണ്. മൂന്നാമതായിട്ട് വരുന്നത് ഗ്രാഫിക് ഡിസൈനിങ് ആണ്. ലാസ്റ്റ് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സുകളെല്ലാം അഡ്വാൻസ്ഡ് ലെവലിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഈ മെയിൻ കോഴ്സുകളല്ലാതെ ഈ കോഴ്സുകൾ പഠിപ്പിക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലോ, ആ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. 3D ആർക്കിടെക്ചറൽ വിഷ്വലൈസേഷൻ എന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇന്റീരിയർ ഡിസൈനർ ആയോ അതല്ല 3D വിഷ്വലൈസർ ആയോ 3D ഡിസൈനർ ആയോ ഏത് പോസ്റ്റിൽ വേണേലും ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണേലും വിദേശ രാജ്യങ്ങളിലാണേലും നല്ല സാലറിയോടുകൂടിയുള്ള ജോബ് പാക്കേജുകളാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് 1 ഇയർ പ്രോഗ്രാം, 6 മന്ത് പ്രോഗ്രാം, അതുപോലെ 3 മന്ത് പ്രോഗ്രാം, 2 മന്ത് പ്രോഗ്രാം, 1 മന്ത് പ്രോഗ്രാം ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇതിനെ തിരിച്ചിട്ടുണ്ട്. 1 ഇയർ പ്രോഗ്രാം ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ കോഴ്സുകളിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്നും പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ക്ലിയർ ചെയ്യുന്നതിനും പിന്നെ ഈ കോഴ്സുകളുടെ ഫീസിനെ കുറിച്ച് അറിയാനും ഒക്കെ ആയിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, സൗമ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ സൗമ്യയ്ക്ക് വളരെ പേഴ്സണലായിട്ടുള്ള ട്രാജഡി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടിയാണ്. ഹസ്ബൻഡ് മരിച്ചിട്ടൊരു 3 ആഴ്ച പോലും ആയിട്ടില്ല. ജീവിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവർക്കൊരു ജീവിതം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഉടനെ തന്നെ ഇനി ജോലി സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ സൗമ്യ വിളിക്കുക. സൗമ്യയ്ക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ല അപ്പോൾ അത് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് വന്നതാണ് സൗമ്യയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് പോയിന്റ്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ കാര്യം. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കൂടെ മരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായാലും നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണെങ്കിലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, നമുക്ക് വേണ്ടി ജീവിക്കണം. ഇതിനൊക്കെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. എത്ര നാൾ നമ്മൾ ജീവിക്കണം, നമ്മളെങ്ങനെ പോകണം, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും. അതാണ്. അപ്പോൾ ഞാനൊരു ജനറലായിട്ടൊരു മോട്ടിവേഷനായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ജനറലി നമ്മളെപ്പോഴും എന്ത് കാര്യം വന്നാലും അത് സ്വീകരിക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതനുസരിച്ച് മുന്നോട്ട് പോവുക. അല്ല കരഞ്ഞ് വിളിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ നമുക്കിതെന്തുകൊണ്ട് വന്നു, അയ്യോ നമുക്ക് മാത്രം എന്ത്, നമുക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വരുന്നുണ്ട്, നമുക്കെന്തുകൊണ്ട് വരുന്നു, നമുക്ക് മാത്രം എന്ത് വരുന്നു, അങ്ങനെ ആ തോട്ട് പ്രോസസ്സേ കളയുക. നമുക്കല്ല എല്ലാവർക്കും വരുന്നുണ്ട്, നമുക്കും വരാം, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം, എന്തെല്ലാം മാറ്റങ്ങൾ വരാം. അപ്പോൾ ഞാനിങ്ങനെ ഓടിപ്പറന്ന് ഇങ്ങനെ നടന്നിട്ടാണ് ഞാനിപ്പോൾ കമ്പൽസറി ആയിട്ട് 3 ആഴ്ച വീട്ടിലിരിക്കുന്നില്ലേ, ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇരിക്കണം, ഇരുന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് ഓവർ വേണം, നമ്മുടെ ബോഡി തിരിച്ച് വരണം, പ്രോസസ്സിലേക്ക് റിജുവിനേറ്റഡായി വരണം, നമ്മൾ ഫിറ്റാകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ തീർത്തും മറന്നിട്ടല്ല കേട്ടോ പോകുന്നത്. അപ്പോൾ LN വ്ളോഗ്സിൽ ചെറിയ ചെറിയ വീഡിയോസ് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നോക്കട്ടെ, പറ്റുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാൻ നോക്കാം. ഇപ്പോഴത്തെ ആ ഒരു ഇനിഷ്യൽ ഒരാഴ്ച കഴിയട്ടെ. അപ്പോൾ ഇപ്പോൾ 5ാമത്തെ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരാം. ഓക്കെ. പിന്നെ വിഷ്ണുമോൻ വരാൻ സമയമാണ്. വിഷ്ണുമോൻ ഉടനെ വരും. അതായത് നാളെ എത്തും വിഷ്ണു. ഓക്കെ. വിഷ്ണു ദുബായിൽ നിന്ന് വരികയാണ്. 3.5 മാസത്തിന് ശേഷം വരികയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. സരസ്വതി മോളുടെ ചോറൂണ് ഈ സമയത്ത് തന്നെ നടത്തുന്നുണ്ടാവും വിഷ്ണു വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് ആരോഗ്യവതിയായി എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ സന്തോഷം. അപ്പോൾ എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നിങ്ങളല്ലെങ്കിൽ വിചാരിക്കില്ല എത്ര രശ്മി ചേച്ചി എവിടെ പോയി, കാണുന്നില്ലല്ലോ, ഒരു വിവരവും ഇല്ലല്ലോ, കമ്മ്യൂണിറ്റിയിലും ഒരു പോസ്റ്റില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് കേട്ടോ. വളരെ സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ സ്നേഹം തന്നെയാണല്ലോ നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിനി എത്ര ദിവസം വന്നില്ലെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും പിന്നെ ട്രാവൽ വ്ളോഗ്സിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നു. ഓക്കെ. പറ്റുമ്പോൾ ലൈവൊക്കെ വരാം, ഇടയ്ക്ക് ഞാൻ ലൈവ് വരാം. ഓക്കെ, നമുക്ക് സംസാരിക്കാം. ട്രാവൽ വ്ളോഗുകാരോട് കൂടിയാണ് പറയുന്നത്. ആ ചാനലിൻ്റെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫാമിലി മെമ്പേഴ്സും ഞാൻ ലൈവിൽ നമ്മുടെ ട്രാവൽ വ്ളോഗ്സിലും വരാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം. ലൈവൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂടുതലായിട്ട് ചെയ്യാം. കാര്യം ഇപ്പോൾ എനിക്ക് അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ. അപ്പോൾ എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.